ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാം ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റ് എക്സാം ഉറപ്പായിട്ടും ജൂലൈയിലോ ഓഗസ്റ്റിലായിട്ട് വരും. ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ടൈം കിട്ടില്ല. Download now CC Learning app. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് കുറച്ച് പേർക്ക് കിട്ടും, കുറച്ച് പേർക്ക് കിട്ടില്ല, അല്ലെ? നമ്മൾ പറയുന്ന പോലെ തന്നെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല, എനിക്ക് ശരിയായില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് എല്ലാം സെയിം ആണ്. ഇപ്പൊ നമ്മുടെ CCയിലെ സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ അവരോട് പറയുവാണ്, ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നത് സെയിം ആണ്, എല്ലാവർക്കും കിട്ടുന്ന സമയങ്ങൾ അവിടെ സെയിം ആണ്. നമ്മളവിടെ ഒരാൾക്ക് പോലും എക്സ്ട്രാ നമ്മൾ കാര്യങ്ങൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ CCയിലെ സ്റ്റുഡൻസ് അല്ലാത്ത മറ്റുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർ ഒരുപാട് കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് കിട്ടുന്നു, കുറച്ച് പേർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ കിട്ടാത്തവർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവർ ചെയ്യുന്ന ഒരു 10 മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് തോന്നുന്ന 10 മിസ്റ്റേക്സ് അല്ല, ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ കിട്ടിയതും അല്ലാത്തതും ആയിട്ടുള്ള ഓരോ ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസും അങ്ങനെ ആയിട്ടുള്ള ഒരു 10 മിസ്റ്റേക്സ്, കണ്ടെത്തിയ ഒരു 10 മിസ്റ്റേക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് മിസ്റ്റേക്സ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യണം. ഇനി അങ്ങനല്ല, ഈ 10 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് സെറ്റ് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കത് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. ഈ 10 കാര്യങ്ങൾ ചെയ്തിട്ട് എന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യണം. സോ അതിന് മുൻപേ തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് ഒന്ന് പറയുവാണ്. നിങ്ങൾക്ക് ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം തന്നെ നോക്കിക്കേ, സെറ്റ് ജനറൽ പേപ്പർ ആസ്പിരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് ആണ്, ഒരു 10 മിസ്റ്റേക്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ്, വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സെറ്റിന്റെ റിസൾട്ട്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അല്ലെ, റിസൾട്ട് വന്നു. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ മീറ്റപ്പും കഴിഞ്ഞു, സക്സസ് മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. അതായത് സെറ്റ് ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാസ്സായിട്ടുള്ള എല്ലാവരുടെയും സന്തോഷ പ്രകടനവും എല്ലാം കഴിഞ്ഞു. പക്ഷെ സെറ്റ് ഫെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് പാസ്സാവാൻ പറ്റാതിരിക്കുന്ന 1-2 മാർക്കിനൊക്കെ ആയിരിക്കും പാസ്സാവാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു മണ്ടത്തരമാണ് ആക്ച്വലി, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ അവെയർ ആണ് 6 മാസത്തിലെ സെറ്റ് എക്സാം നടക്കുന്നുള്ളത്, അത് നമുക്കറിയാം അല്ലെ. ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാം ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റ് എക്സാം ഉറപ്പായിട്ടും ജൂലൈയിലോ ഓഗസ്റ്റിലായിട്ട് വരും അല്ലെ, ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ ജൂണിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി അവെയർ ആണ്. അല്ലാതെ നമ്മുടെ PSC എക്സാം പോലെ എപ്പോഴെങ്കിലും വരുന്നു എന്നുള്ള കാര്യമല്ല. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങാം എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണ്. അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ. അതായത് ഫെയിലിംഗ് ടു ഐഡന്റിഫൈ വിച്ച് ഏരിയാസ് റിക്വയർ മോർ അറ്റൻഷൻ ആൻഡ് വിച്ച് ആർ യുവർ കോർ സ്കോറിംഗ് സബ്ജക്ട്സ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഫോക്കസ് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു NEP 2020 വന്നിട്ടുണ്ട് ആൻഡ് വേറെ കുറച്ച് പോളിസീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അത് ഫോക്കസ് ഏരിയ ആണ് എന്നുള്ളത്. അതല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അപ്പൊ അത് ഫോക്കസ് ഏരിയാസ് ആണെന്ന് ഞാനാണ് വിചാരിക്കുന്നത്. വേറൊരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ അതിന് മുൻപുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു ആൻഡ് അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന, നമ്മളിപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിക്കുന്ന ഏരിയ ആയിരിക്കില്ല ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമ്മൾ എക്സാം ഹാളിൽ പോയി നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു സബ്ജക്ട് പ്രയോറിറ്റൈസേഷൻ നമ്മൾ പറയാണ് ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറയാണ്, പക്ഷെ അതായിരിക്കില്ല ആക്ച്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്, നമുക്ക് ഈ ഫോക്കസ് ഏരിയ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്ക്. അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. ആൻഡ് മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഫെയിലിയർ ടു ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ ഉറപ്പായിട്ടും നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള, നമ്മൾ സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കുന്ന ആ ഏരിയയിൽ നിന്നും ഒരു മാർക്ക് പോലും പോവാതെയും നമ്മൾ വീക്ക് ആണ് എന്ന് വിചാരിക്കുന്ന ഏരിയ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് അവസാനം ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണ്ട, പാസ് ആവാനുള്ള ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അപ്പൊ അതിനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അവിടെ ഐഡന്റിഫൈ ചെയ്തെടുക്കണം എന്നുള്ളതാണ്
പക്ഷെ പലർക്കും എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ വീക്ക്നെസ് എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഇനി അടുത്തൊരു 4ാമത്തെ പോയിന്റ് ആണ് ഇൻഅഡിക്വേറ്റ് റിവിഷൻ. നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈം ഒക്കെ ആവുമ്പോൾ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ BEd പഠിക്കുമ്പോഴും MEd പഠിക്കുമ്പോഴൊക്കെ ചെയ്ത കാര്യം നമ്മൾ ചിലപ്പോൾ മിക്കവാറും നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് പഠിക്കുന്നത്. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു കടല് പോലെ കിടക്കുവാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനിരിക്കുവാണ് അല്ലെ. അപ്പൊ അതിനുള്ളിൽ നമ്മൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നമുക്ക് ടൈം കിട്ടില്ല. കാരണം ഒരു 10 ദിവസമാണ് ഇപ്പൊ എക്സാമിനുള്ളതെങ്കിൽ അതിലൊരു 5 ദിവസം പഠിച്ച് 5 ദിവസം റിവിഷൻ ചെയ്യാൻ നമ്മുടെ മൈൻഡ് പോയില്ല. നമ്മൾ പിന്നെയും കൂടുതൽ കാര്യം എനിക്ക് അത് പഠിക്കാനുണ്ട്, ഇത് പഠിക്കാനുണ്ട്, അങ്ങനെ കൂടുതൽ പഠിക്കാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. പക്ഷെ റിവിഷന് പ്രോപ്പർ ടൈം കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താ, നമ്മൾ പഠിച്ച കാര്യം പോലും മറന്നു പോവുകയും ചെയ്യും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ച ഒരു കാര്യം പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു റിവിഷൻ ഡേയ്സിനും കൂടെ ടൈം കൊടുത്ത് വേണം പഠിക്കാനായിട്ട് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് അല്ലെങ്കിൽ അതാണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇൻഅഡിക്വേറ്റ് റിവിഷൻ, പ്രോപ്പർ റിവിഷനുള്ളൊരു ടൈം ഇല്ലായ്മ അല്ലെങ്കിൽ ടൈം കൊടുക്കായ്മയാണ് ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത്. അടുത്തത് ആബ്സെൻസ് ഓഫ് എ സ്റ്റഡി ടൈം ടേബിൾ. നമ്മൾ ഒരിക്കലും ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ മീറ്റപ്പിന് വന്നപ്പോൾ തന്നെ നമ്മുടെ HSST കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി ഉണ്ടായിരുന്നു, ആതിര. അപ്പൊ ആതിര പറഞ്ഞത് എന്താന്ന് വെച്ചാല് എന്തായാലും നേടിയേ പറ്റുള്ളൂ, എനിക്ക് എന്തായാലും അത് വേണം. അപ്പൊ അതിനായിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഒന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ആ ഒരു എക്സാം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ആ കുട്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഹാർഡ് വർക്ക് നമ്മുടെ സെറ്റിന് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, ആക്ച്വലി വേണ്ട. നമ്മൾ കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ കുട്ടിയും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അല്ലാതെ ഈ ഒരു ടൈം ടേബിൾ ഇല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും വലിച്ചു വാരി പഠിക്കുന്നു, റിവിഷന് നമ്മുടെ ടൈം കണ്ടെത്തുന്നില്ല, അങ്ങനെ മൊത്തം ഒരു അവിയൽ പരുവം പോലെ ആവും. അതുകൊണ്ട് തന്നെ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. 6ാമത്തെ കാര്യമാണ് ഫോക്കസിങ് ഓൺ ഇറലവന്റ് ടോപ്പിക്. ഇതിലിപ്പോ സെറ്റിൽ ഏതാണ് ഇറലവന്റ് ടോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് നോക്കി, ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് പഠിക്കണ്ടെന്നല്ല, അതിന് കൂടുതൽ ടൈം എടുത്ത് പഠിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ഇറലവന്റ് ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് അധികം ആവശ്യമല്ലാത്ത ഒരുപാട് ടൈം കൊടുക്കാത്ത ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക്സ് നമ്മൾ കണ്ടെത്താതെ അതിന് കൂടുതൽ ടൈം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതും അവിടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാം. സോ ഫോക്കസിങ് ഓൺ ഇറലവന്റ് ടോപ്പിക്സ്, സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ അൺനെസറി ഓർ ലോ വെയിറ്റേജ് ടോപ്പിക്സ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റിക്കിംഗ് സ്ട്രിക്ട്ലി ടു ദ എക്സാം സിലബസ്. സോ അതാണ് ഇവിടുത്തെ 6ാമത്തെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത്. 7ാമത്തെ മിസ്റ്റേക്ക് ഇതാണ്, നെഗ്ലക്റ്റിംഗ് റെഗുലർ പ്രാക്ടീസ്. Focusing only on reading theory without solving the previous year questions or taking mock test. നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് മോക്ക് ടെസ്റ്റ് ചെയ്തും കൂടെ നോക്കണം. ഇപ്പൊ കുറെ നമ്മൾ പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, പക്ഷെ ഈ റിവിഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടോ, ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന കാര്യം കൂടെ നമ്മളവിടെ നോക്കണം. അല്ലെങ്കിൽ അതാണ് പലർക്കും പറ്റുന്ന മിസ്റ്റേക്സ്. ഇപ്പൊ സെൽഫ് സ്റ്റഡി ആവുന്ന സമയത്ത് ഒരു പ്രാക്ടീസ് ഇല്ലായ്മ കൊണ്ട് മാത്രം കിട്ടാതിരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടത് കൊണ്ടാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം സെറ്റ് എക്സാമിന് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ദെൻ ഓവർലി ബ്രോഡ് സ്റ്റഡിയാണ്, ഒരുപാട് നമ്മൾ സ്റ്റഡി നടത്തുന്നു. ട്രൈങ് ടു ലേൺ എവറിത്തിങ് അണ്ടർ ദ സൺ, അതായത് വൈഡ് സ്റ്റഡി ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദ സ്പെസിഫിക് ഡെപ്ത് റിക്വയർഡ് ബൈ ദി എക്സാം. അതായത് എക്സാമിന് എത്രയാണോ വേണ്ടത്, ഇപ്പൊ നമുക്ക് സെറ്റ് എക്സാമിന് 40% അങ്ങനെയാണ് നമുക്ക് എക്സാമിന് ജനറൽ കാറ്റഗറിക്കാർക്ക് പാസ്സാവേണ്ടത്. അപ്പൊ ആക്ച്വലി അതിനുള്ളത് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പോ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ വലിച്ചു വാരി പഠിക്കണം എന്നില്ല. നമുക്ക് പാസ്സാവാൻ എത്രയാണോ മാർക്ക് വേണ്ടത്, ആ ഒരു ഇപ്പൊ ജനറൽ പേപ്പർ ആണെങ്കിൽ ജനറൽ പേപ്പർ പാസ്സാവാൻ എത്ര മാർക്കാണോ വേണ്ടത് അതിലുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പക്ഷെ അത്രയും മാർക്ക് നമുക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അത്രയും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 9ാമത്തെ വലിയൊരു മിസ്റ്റേക്ക് ആണ് സ്കിപ്പിംഗ് ദ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. പലരും വിചാരിക്കുമ്പോ കൂടുതൽ പേര് ഇപ്പൊ മാത്സ്, ഫിസിക്സ്, അവർക്കൊന്നും ഈ കറണ്ട് അഫയേഴ്സ്, ഇപ്പൊ ഞാൻ മാത്സ് ആണ്, അല്ല ഞാൻ മാത്സ് വരെ കുറ്റം പറയല്ല, ഇൻക്ലൂഡിങ് ഞാൻ മാത്സ് ആണ്. അപ്പൊ എനിക്ക് ആക്ച്വലി പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് ഈ കറണ്ട് അഫയേഴ്സും GK, കേരള റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അത്തരം ഭാഗങ്ങള്.
അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എസ്പെഷ്യലി ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ BEd പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് പോലുള്ള ഏരിയാസിനൊക്കെ ഫോക്കസ് ചെയ്താൽ പോരെ ജനറൽ പേപ്പറിൽ എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മൊഡ്യൂളിൽ നിന്നും ഉറപ്പായിട്ടും ഇത്ര വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൊഡ്യൂളാണ് അവിടെ സ്കിപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ള PSC എക്സാംസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആകെ കുറച്ച് മാർക്കിനേ ചോദിക്കുള്ളൂ. പക്ഷെ ഇവിടുത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്നും മാർക്ക് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഒരു ദിവസം മൊത്തം ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. എല്ലാ ദിവസവും കുറച്ച് 1, 2, 3 ക്വസ്റ്റ്യൻസ് വീതം പഠിച്ചു പോയാൽ മതി. ആൻഡ് റിവിഷനും ആൻഡ് പ്രോപ്പർ ഏറ്റവും അവസാനം നമ്മൾ എഴുതിയൊരു നോട്ടും കൂടെ ഉണ്ടെങ്കിൽ പക്കയാണ് അല്ലെ, നമുക്ക് പിന്നെ മാർക്ക് എന്തായാലും കിട്ടും. ഇനി അടുത്ത കാര്യം ഓവർ റിലയൻസ് ഓൺ ബേസിക് ടെക്സ്റ്റ് ബുക്ക് ആണ്. അതായത് നമ്മൾ കുറെ പേരുണ്ട് BEd പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സെറ്റ് എക്സാമിനുണ്ട് ജനറൽ പേപ്പറിൽ. അപ്പൊ ആ ഒരു BEd ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ജനറൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതും ശരിക്കും ഒരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി നമ്മൾ BEd പഠിച്ചതാണ്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാമിന് തന്നെ നമ്മുടെ സൈക്കോളജി, നമ്മുടെ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പോലും വന്നിട്ടില്ല എക്സാമിന് കൂടുതലും ചോദിച്ചത് ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇവാലുവേഷൻ, അസസ്മെന്റ്, പിന്നെ റിസർച്ചിലുള്ള അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ലെവല് കൂടിയ നമ്മുടെ വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പാവ്ലോയും സ്കിന്നറിന്റെയും നമ്മൾ BEd ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് വായിച്ചിട്ട് കാര്യമില്ല. ആക്ച്വലി അത് പഠിക്കാനും നമുക്ക് കുറച്ച് റിസ്ക് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഭയങ്കര വൈഡ് ആയിട്ടാണ് ഒരു തിയറി കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അത്രയും ഡീപ്പായിട്ട് അത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതാണ് 10 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു 10 മിസ്റ്റേക്സ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു 10 മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 10 കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്, മീൻസ് മിസ്റ്റേക്സ് അല്ല, എന്താ ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് ഈ മിസ്റ്റേക്സ് നേരിടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ 10 കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് സെറ്റ് എക്സാം കിട്ടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ അവരും കൂടെ ഒന്ന് ദയവായിട്ട് ഇതിന് താഴെ തന്നെ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മളിവിടെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വൈഡ് ആയിട്ട് നമ്മൾ ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് കറക്റ്റ് അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യം മാത്രമാണ് നമ്മുടെ ഇവിടെ CCയിലെ എല്ലാ ഫാക്കൽറ്റീസും പഠിപ്പിക്കുന്നത്. സോ അതിനൊരു തെളിവ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ റിസൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ഹാർഡ് വർക്കിംഗ് ആൻഡ് അവരെങ്ങനെയാണ് പഠിച്ചത്, അവർ ഈ ഒരു 10 മിസ്റ്റേക്സും ഇല്ലാതെ തന്നെ ആയിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിളും റിവിഷനും എല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് അവർ അത്രയും അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തിയിട്ട് തന്നെയാണ് അവർക്ക് കിട്ടാനായിട്ട് സാധിച്ചത്. സോ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് ഈ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ CCയിൽ ഇപ്പോൾ നമ്മുടെ സെറ്റിനായിട്ടുള്ള ബാച്ച്, പുതിയൊരു ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 9746455514 എന്നൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഉടനെ തന്നെ പഠിക്കാനും സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് നിങ്ങൾ ആരും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. സോ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നല്ലൊരു തുടക്കം ആവട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുവാണ്. So that's all from this session. Thank you. Download now CC Learning app.